നമോ നാരായണായ. ശ്ലോകം 6. മനുനോ ബഹൃദാഞ്ജദേവഹൂതിം തരുണീം രത്നമവാപ്യ കർദമോऽസൗ ഭവദർശന നിർവൃതോപി തസ്യാം ദൃഢശുശ്രൂഷണയാ ദൃഢോ പ്രസാദം. ശ്ലോകം 7. സ പുനസ്ത്വാമുപാസന പ്രഭാവ ദയിതാ കാമകൃതേ കൃതേ വിമാനേ വനിതാകുലസങ്കുലേന വാത്മാ ബഹരദ്ദേവപദേഷു ദേവഹൂത്യാം. ശ്ലോകം 8. ശതവർഷമദവിദീത്യ സോയം നവകന്യാസമവാപ്യ ധന്യരൂപാഃ വനയാനസമുദ്യദൂബികാന്ത ഇദകൃത്വജനസോത്സുകോന്യവാസീത്. ശ്ലോകം 9. നിജഭർതൃഗിരാ ഭവന്നിഷേവാ നിരതായാമദേവദേവഹൂത്യാ കപിലസ്ത്വമജായതാ ജനാനാം പ്രദയിഷ്യൻ പരമാത്മതത്വവിദ്യാം. ശ്ലോകം 10. വനമേയുഷി കർദമേ പ്രസന്നേ മദസർവസമുപാധിസഞ്ജനന്യേ കപിലാത്മകവായുമന്ദിരേശ ത്വരിതം ത്വം പരിപാഹി മാം ഗതോകാർ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നമസ്തേ. ദശകം 14, 6ാമത്തെ ശ്ലോകമാണ്. മുമ്പ് കർദമ പ്രജാപതിയും ദേവഹൂതിയും തമ്മിലുള്ള വിവാഹം നടന്ന കാര്യത്തെ പറ്റിയാണ് പറഞ്ഞത്. ശ്ലോകം 6 മനുനോപഹൃതാം ച ദേവഹൂതിയും എന്ന് തുടങ്ങുന്ന ശ്ലോകം. അസൗ കർദമഃ, ഈ കർദമ പ്രജാപതി മനുന ഉപഹൃതാം തരുണീരത്നം ദേവഹൂതിയും അവാപ്യ, സ്വയംഭുവ മനു ആദരവോട് നൽകിയ സ്ത്രീരത്നമായ ദേവഹൂതിയെ സ്വീകരിച്ച് ഭവദർശന നിർവൃത അഭി, ഭഗവാനെ ആരാധിച്ചുകൊണ്ട് സംതൃപ്തനാണെങ്കിലും ദൃഢശുശ്രൂഷണയ തസ്യാം പ്രസാദം ദധൗ, ആത്മാർത്ഥമായ ശുശ്രൂഷ കൊണ്ട് ദേവഹൂതിയിൽ കർദമൻ സന്തുഷ്ടനായി. നിരന്തരമായ ഭഗവത് ആരാധന കൊണ്ട് കർദമ പ്രജാപതിക്ക് ലൗകിക വിഷയങ്ങളോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. ചെറുപ്പം മുതൽക്ക് തന്നെ തികഞ്ഞ ഈശ്വരവിശ്വാസിയായിരുന്നു. ഭഗവാനെ തന്നെ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുക, ഭഗവാന്റെ കഥകളും അവതാര ലീലകളും ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു ജീവിതമാണ് കർദമ പ്രജാപതി തിരഞ്ഞെടുത്തത്. അപ്പോൾ അദ്ദേഹത്തിന് ഈ ലൗകിക വിഷയങ്ങളോട് താല്പര്യമില്ല, കുടുംബ ജീവിതത്തോടോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ തൻ്റെ പത്നിയായ ദേവഹൂതിയുടെ ആത്മാർത്ഥവും ഉറച്ചതുമായ സേവനത്താൽ അദ്ദേഹം ദാമ്പത്യ ജീവിതത്തോട് താല്പര്യമുള്ളവനായി തീർന്നു. നേരത്തെ ഈ ഗൃഹസ്ഥാശ്രമ ജീവിതത്തിനോട് താല്പര്യമില്ലാതിരുന്ന കർദമ പ്രജാപതിക്ക് എങ്ങനെ അതിൽ താല്പര്യം വന്നു എന്ന് പറയുന്നത്, അതിനുള്ള കാരണം എന്താണ് എന്നിവിടെ പറയുകയാണ്. ദേവഹൂതിയുടെ ആ പെരുമാറ്റം, ആ പെരുമാറ്റത്തിൽ നിന്നാണ് അദ്ദേഹത്തിന് ഗൃഹസ്ഥാശ്രമ ജീവിതത്തിനോട് താല്പര്യമുണ്ടായത് എന്നാണ് പറയുന്നത്. അദ്ദേഹം ദാമ്പത്യ ജീവിതത്തോട് താല്പര്യമുള്ളവനായി അങ്ങനെ മാറി എന്നാണ് പറയുന്നത്. പതിവ്രതാധർമ്മത്തിൻ്റെ ഭാഗമായ ഭർത്തൃശുശ്രൂഷ ദാമ്പത്യ ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ പ്രധാന ഘടകമാണെന്ന് ഭട്ടതിരിപ്പാട് ഈ ശ്ലോകത്തിൽ സൂചിപ്പിച്ചിരുന്നു. ഈ ഒരു കുടുംബം എന്ന് പറയുമ്പോൾ അതിൽ സ്ത്രീകളുടെ പ്രാധാന്യം വളരെ വലുതാണ് എന്ന് ആദ്യകാലത്ത് തന്നെ നിർണയിക്കപ്പെട്ട ഒന്നാണ്. അവിടെ ആ കുടുംബത്തിൽ നടക്കുന്ന ഓരോ സംഭവങ്ങളും അതിനുള്ള പരിഹാരങ്ങളും അതിനെ അതിജീവിക്കാൻ വേണ്ടി ചെയ്യുന്ന ത്യാഗങ്ങളും ഇതൊക്കെ മനസ്സിലാക്കിയുള്ളൊരു സ്ത്രീയാണ് ഭാര്യയായിട്ട് വരുന്നതെങ്കിൽ ആ കുടുംബത്തിൽ അതിൻ്റേതായ ഗുണങ്ങളുണ്ടായിത്തീരും. അതല്ല വെറും ഭോഗസുഖങ്ങൾ മാത്രം ആഗ്രഹിക്കാനാണ് വരുന്നതെങ്കിൽ ആ കുടുംബജീവിതം എങ്ങനെ ആയിത്തീരും എന്നുള്ളത് പ്രവചിക്കാൻ പറ്റില്ല എന്നുള്ളത്. ശ്ലോകം 7. സ പുനസ്തദുപാസന പ്രഭാവാത്, സഹ പുനഃ തദ്വദുപാസന പ്രഭാവത്. കർദമ പ്രജാപതി പിന്നീട് അങ്ങയെ ആരാധിച്ചതിനാൽ ലഭിച്ച മഹത്വത്താൽ
ദയിത ദയിതാകാമകൃതേ കൃതേ വിമാനെ പ്രിയങ്കരിയായ പത്നിയുടെ താല്പര്യപ്രകാരം സ്വയം നിർമ്മിച്ച വിമാനത്തിൽ വനിതാകുലസങ്കുല നവാത്മാ ദേവഹുത്യ ദേവപഥേഷു വിഹരത് ദേവഹൂതിയോടൊപ്പം അനേകം ശ്രേഷ്ഠ വനിതകളുമായി പ്രസിദ്ധമായ ഉദ്യാനങ്ങളിൽ കർദമൻ 9 രൂപത്തിൽ വിനോദത്തിൽ ഏർപ്പെട്ടു. വിവാഹം കഴിച്ച ഉടനെ തന്നെ സന്തതി ഉണ്ടാവണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നില്ല കർദമ പ്രജാപതി. ഈ ലോകം മുഴുവനും ഒന്ന് സഞ്ചരിച്ച് എന്താണ് യഥാർത്ഥത്തിൽ ലോകത്തിൽ സംഭവിക്കുക തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കണമെന്ന് ആഗ്രഹം അദ്ദേഹത്തിനുണ്ടായി. അപ്പോൾ അതിന് അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന വിമാനം തന്നെ ആവശ്യമാണ്. അത് മനസ്സിലാക്കി അദ്ദേഹം ഒരു വിമാനം തന്നെ നിർമ്മിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഏത് കാലത്താണ് വിമാനമുണ്ടായെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ആദ്യത്തെ വിമാനം ബ്രഹ്മാവാണ് നിർമ്മിച്ചത്, പുഷ്പക വിമാനം. അത് രാമായണത്തിലൊക്കെ നമുക്ക് പുഷ്പക വിമാനത്തിൽ പറയും. ഇവിടെ കർദമ പ്രജാപതിയാണ് രണ്ടാമതായിട്ട് വിമാനം നിർമ്മിച്ചത്. അത് തനിക്കും തൻ്റെ പത്നിക്കും കൂടെയുള്ളവർക്കൊക്കെ അതിൽ പത്നിയെ സഹായിക്കാനായിട്ടുള്ള സ്ത്രീകളുമൊക്കെ ആയിട്ടുള്ള ഒരു സംഘത്തെ ആ വിമാനത്തിലൂടെ അദ്ദേഹം പല ലോകങ്ങളിലൂടെ സഞ്ചരിച്ച് കാര്യങ്ങൾ പഠിക്കുകയായി. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. വിവാഹത്തിന് ശേഷം ലോകസഞ്ചാരം നടത്തണമെന്ന ദേവഭൂതിയുടെ ആഗ്രഹം സഫലീകരിക്കുവാൻ തൻ്റെ യോഗബലത്താൽ അത്ഭുതകരമായ വിമാനത്തെ സൃഷ്ടിച്ചു. ആ വിമാനത്തിൽ പത്നിയോടൊപ്പം അനേകം ശ്രേഷ്ഠ വനിതകളുമായി കർദമ പ്രജാപതി പ്രസിദ്ധമായ ദേവോദ്യാനങ്ങളിലും മാനസം എന്ന പേരിൽ അറിയപ്പെടുന്ന ദേവസരസ്സിലും വിനോദിച്ചു. ഈ സന്ദർഭത്തിൽ കർദമൻ തൻ്റെ സ്വരൂപത്തെ 9ആയി വിഭജിച്ച് 9 രൂപത്തിലായ ദേവഹൂതിയുമായി ക്രീഡയിൽ ഏർപ്പെട്ടിരുന്നു എന്ന് പറയുന്നു. അദ്ദേഹത്തിന് അസാധാരണമായ സിദ്ധിയുള്ള ആളാണ്. 9 രൂപത്തിൽ തൻ്റെ പത്നിയുമായി ആ വിനോദത്തിൽ ഏർപ്പെട്ടു. നമ്മൾ യാത്രകളിൽ ഒരു വിനോദയാത്ര, അതേസമയം അതോടുകൂടി ലോകം എന്താണെന്ന് പഠിക്കുക. അതാണ് വിവാഹം കഴിഞ്ഞാൽ ഒരു ലോകം അല്ലെങ്കിൽ ഒരു രാജ്യസഞ്ചാരം നടത്തുന്നത് നല്ലതാണ്. ആ സമയത്തൊക്കെ ഗൃഹസ്ഥാശ്രമ ജീവിതം നയിക്കുന്നവരുടെ വീടുകളിൽ ചെന്ന് അവരെന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന കാര്യങ്ങൾ പഠിക്കുന്നത് നല്ലതാണ്. അതാണ് ചെയ്യേണ്ടത്. അതാണ് കർദമ പ്രജാപതിയോട് ചെയ്തത്. അദ്ദേഹം പെട്ടെന്ന് ധൃതിപ്പെട്ട് സന്തതി ഉണ്ടാവാനുള്ള ശ്രമം ചെയ്തില്ല. അങ്ങനെ ലോക കാര്യങ്ങൾ മനസ്സിലാക്കി അതിനുശേഷം ശതവർഷമത വ്യതിത്യ സ്വയം നവകന്യ സമവാപ്യ ധന്യരൂപാഹ അധസഹ അയം ശതവർഷം വ്യതിത്യ ധന്യരൂപ നവകന്യാഹ സമവാപ്യ. 100 സംവത്സരം ലീലാസുഖം അനുഭവിച്ചതിന് ശേഷം കർദമന് സുന്ദരിമാരായ 9 പുത്രിമാരെ ലഭിച്ചു. വനയാന സമുദ്യത അവ കാന്താഹിത കൃത് തപസ് ചെയ്യുന്നതിനായി കാട്ടിലേക്ക് പോകാൻ ഒരുങ്ങിയെങ്കിലും ദേവഹൂതിയുടെ ആഗ്രഹപ്രകാരം തജ്ജനോത്സുക ന്യവാർസിത് അങ്ങയുടെ ജനനത്തെ താല്പര്യത്തോടെ പ്രതീക്ഷിച്ച് സ്വഗൃഹത്തിൽ തന്നെ താമസിച്ചു എന്നാണ്. 100 വർഷം പത്നിയോടും മറ്റ് ശ്രേഷ്ഠവരോടുമൊപ്പം ലോകസഞ്ചാരം നടത്തി ആ യാത്രാസുഖം അനുഭവിച്ച ശേഷം കർദമ പ്രജാപതി തപസ് ചെയ്യാൻ വനത്തിലേക്ക് പോകുവാനുള്ള താല്പര്യം കാണിച്ചു. പക്ഷേ ദേവഹൂതി ആ തീരുമാനമെടുക്കുന്നതിന് കർദമനെ പിന്തിരിപ്പിച്ചു. അതായത് 9 പെൺകുട്ടികളുണ്ടായി കർദമ പ്രജാപതിക്ക്. പെൺകുട്ടികൾ 9 പേര്. ആ 9 പേർക്ക് വേണ്ടുന്ന വിദ്യാഭ്യാസവും കാര്യങ്ങളും അദ്ദേഹം നൽകി. അവരെ അനുയോജ്യരായ ഭർത്താക്കന്മാരെ ഏൽപ്പിച്ചു. അത് കഴിഞ്ഞ് ഇനി ഞാൻ വാനപ്രസ്ഥത്തിലേക്ക് പോവുകയാണ് എന്ന് പത്നിയോട് പറഞ്ഞപ്പോൾ അവർ സമ്മതിച്ചില്ല. ദേവഹൂതി സമ്മതിച്ചില്ല. അതായത് എന്താണോ ഗൃഹസ്ഥാശ്രമം ചെയ്യേണ്ട ഉത്തരവാദിത്വം അത് അങ്ങ് പൂർണ്ണമായിട്ട് നിർവഹിക്കണം. അത് മാത്രമല്ല, ഒരു 9 പെൺകുട്ടികളാണ് ഉണ്ടായത്. പക്ഷെ ഒരു ആൺകുട്ടി വേണ്ടേ? മരണാനന്തര ക്രിയകളൊക്കെ ചെയ്യാനായിട്ട് ഒരു ആൺകുട്ടി ആവശ്യമാണ്. ആ ആൺകുട്ടിക്ക് കൂടി ജന്മം നൽകി അങ്ങ് എന്നെ ആ മകനെ ഏൽപ്പിച്ചു വേണം വാനപ്രസ്ഥത്തിലേക്ക് പോകാൻ എന്ന ഒരു സംഗതി കർദമ പ്രജാപതിയോട് ദേവഹൂതി പറഞ്ഞു. ഭാഗവത്തിൽ അങ്ങനെ അതിനെപ്പറ്റി വിശദീകരിക്കുന്നത്. അങ്ങനെ അത് കേട്ടുമ്പോൾ മനസ്സിലായി, ശരിയാണ്, അത് അത്യാവശ്യമായ കാര്യമാണ്. അതുകൊണ്ട് അദ്ദേഹം
വാനപ്രസ്ഥം നീട്ടിവെച്ചു എന്നവർ. ഇത് ഒരു വലിയൊരു കാര്യമാണ് ദേവഹൂതിയോടെ പറഞ്ഞത്. കുട്ടികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവരെ വളർത്തുക, അവരെ നല്ല സ്വഭാവത്തോടുകൂടി വളർത്തുക. വിവാഹപ്രായമായാൽ അവരും ഈ വിവാഹം ചെയ്യേണ്ട അവസ്ഥയിലേക്ക് കൊണ്ടുവരണം. അത് മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് വിവാഹത്തിൻ്റെ കാര്യത്തെപ്പറ്റി ബോധവൽക്കരണം നടത്തി ഉചിതരായ ഇണകളെ കണ്ടെത്തി വിവാഹം കഴിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം മാതാപിതാക്കൾക്കാണ്, പ്രത്യേകിച്ച് അച്ഛനാണ്. കുട്ടികളെ വിവാഹം ചെയ്ത് കൊടുക്കാതെ ഇരിക്കുന്ന രക്ഷാകർത്താക്കൾ അവർ മഹാപാപം ചെയ്യുന്നു എന്ന് കൂടി പറയും. അവർക്ക് ശിക്ഷ നരകത്തിൽ കിട്ടുമെന്ന് തന്നെയാണ് പറയും. പ്രായം പൂർത്തി എന്ന് പറയുന്നൊരു ഇതുണ്ടല്ലോ, അതിൽ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അന്വേഷിച്ച് കണ്ടെത്തി അവരെ വിവാഹം കഴിച്ചു കൊടുക്കണം. അതും ഒരു അച്ഛൻ്റെയും അമ്മയുടെയും ഉത്തരവാദിത്തത്തിൽപ്പെട്ട ഒരു കാര്യമാണ് എന്നോട് ഓർമ്മിപ്പിക്കുക. നിജ ഭർതൃഗിരാ ഭവൻ നിഷേവ നിരതായ മഥ ദേവദേവഹുത്യാം കവിലസ്ത്വമജായത ജനാനാം പ്രദേശൻ പരമാത്മതത്വവിദ്യ ദേവ അധ നിജ ഭർതൃഗിര ഭവനിഷേനവാനിരതായാം ദേവഹുത്യാം. ഗുരുവായൂരപ്പ, പിന്നീട് ഭർത്താവിൻ്റെ ഉപദേശപ്രകാരം അങ്ങയെ ഭജിക്കുന്നതിൽ ശ്രദ്ധാലുവായ ദേവഹൂതിയിൽ ജനാനാം പരമാത്മതത്വവിദ്യാം പ്രഥമേഷ്യൻ, ലോകജനതയിൽ ശ്രേഷ്ഠമായ ആത്മവിദ്യ പ്രകാശിപ്പിക്കുന്നതിനായി ത്വം കപിലഃ അജായത, അങ്ങ് കപില മഹർഷി അവതരിച്ചു. അപ്പോൾ പെൺകുട്ടികളുടെ വിവാഹം അതൊക്കെ നടത്തിയതിന് ശേഷം ശ്രേഷ്ഠപുത്ര ജനനത്തിനായി കർദമ പ്രജാപതി ഉപദേശപ്രകാരം മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നതിനും ആരാധിക്കുന്ന ദേവഹൂതി ശ്രദ്ധാലുവായി. ആൺകുട്ടി വേണമെന്ന് ആഗ്രഹിച്ചാൽ പോരല്ലോ, അതിനും ഭഗവാന്റെ അനുഗ്രഹം വേണം. ഭഗവാന്റെ അനുഗ്രഹം വേണമെങ്കിൽ തപസ്സോ അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള പ്രാർത്ഥനകളോ നടത്തണം. അങ്ങനെ ദേവഹൂതി തനിക്കൊരു ആൺകുട്ടി ഉണ്ടാകണം എന്ന നിലയിൽ അവർ ആ പ്രാർത്ഥന ആരംഭിച്ചു എന്നാണ് പറയുന്നത്. മഹത്തായ ആത്മവിദ്യ ലോകജനതയിൽ പ്രചരിക്കുവാനായി മഹാവിഷ്ണു ദേവഹൂതിയിൽ കപില മഹർഷിയായി അവതരിച്ചു. അപ്പോൾ അവരുടെ പ്രാർത്ഥന, ആ ദമ്പതികളുടെ പ്രാർത്ഥന തപസ് തന്നെ പറയും. അത് കേട്ടു മഹാവിഷ്ണു പ്രത്യക്ഷപ്പെട്ടു, ഭാഗവത്തിൽ വിശദീകരിക്കുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു, കർദമ പ്രജാപതി പറഞ്ഞു, ഞങ്ങൾക്കൊരു ആൺകുട്ടി വേണം, അങ്ങയെപ്പോലെയുള്ള ഒരാൺകുട്ടി വേണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിന് ഭഗവാൻ പറഞ്ഞ മറുപടി, എന്നെപ്പോലെ ഞാൻ മാത്രമേ ഉള്ളൂ, പകരമില്ല. അതുകൊണ്ട് അങ്ങയുടെ ഈ ചോദിച്ച വരം എനിക്ക് നൽകേണ്ട ഉത്തരവാദിത്വം കൂടി ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ തന്നെ അങ്ങയുടെ മകനായിട്ട് ജനിക്കും എന്ന് ഒരു വരവും നൽകി എന്നാണ് പറയുന്നത്. ആത്മീയമായാലും ഭൗതികമായാലും വിദ്യ അഭ്യസിക്കുന്നത് ശാസ്ത്രീയ നിയമമനുസരിച്ച് തന്നെയാകണമെന്ന് ലോകത്തോട് ആദ്യമായി പ്രഖ്യാപിച്ചത് കപില മഹർഷിയാണ്. ഏത് വിഷയവും പഠിക്കുന്നുണ്ടെങ്കിൽ അത് ശാസ്ത്രീയമായിട്ട് തന്നെ പഠിക്കണം. അതാണ് സയൻസ് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ, ആ രീതിയിൽ തന്നെ സയൻറ്റിഫിക്കായിട്ട് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കണം. ആധുനിക ശാസ്ത്രം, മോഡേൺ സയൻസ് നിലവിൽ വരുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കപില മഹർഷി ആധുനിക ശാസ്ത്രത്തിന് അടിത്തറ പാകി. ഈ ആധുനിക ശാസ്ത്രം, മോഡേൺ സയൻസിൻ്റെ തുടക്കം അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് കപില മഹർഷിയുടെ സംഖ്യാശാസ്ത്രമാണ്, സാഖ്യശാസ്ത്രം. സത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക, അതാണ് ശാസ്ത്രീയത എന്ന് പറയും. ശാസ്ത്രീയതയാണ് സത്യം, അതിൻ്റെ വേറൊരു തെളിവൊന്നും ആവശ്യമില്ല. അപ്പോൾ അത് യഥാർത്ഥത്തിൽ സിസ്റ്റമാറ്റൈസ്ഡ് എന്ന് പറയും, സിസ്റ്റമാറ്റിക്കായിട്ടത് പഠിക്കണം. അവിടെയാണ് സയൻസ് ഉണ്ടാകുന്നത്, അതിലൂടെയാണ് സിദ്ധി ഉണ്ടാകുന്നത് എന്ന തത്വം ലോകത്തിന് കർദമ പ്രജാപതിയാണ് നൽകിയത്. ശ്ലോകം 10. വനമേയുഷി കർദമേ പ്രസന്നേ കപിലാത്മക വായുമന്ദിരേശ. കപിലമൂർത്തിയെ അവതരിച്ച വാതാലേശനായ ഗുരുവായൂരപ്പ, പ്രസന്നേ കർദമേ വനം മേയുഷി. കർത്തവ്യകർമ്മം നിർവഹിച്ച ചാരിതാർത്ഥ്യത്തിൽ തപസ്സിനായി പോയപ്പോൾ ജനന്യേയും അത് സർവസ്വം ഉപാധിശത്വം. അമ്മയ്ക്ക്, അതായത് ദേവഹൂതിക്ക് ധർമ്മസിദ്ധാന്തങ്ങളുടെ എല്ലാം പൊരുൾ ഉപദേശിച്ച അങ്ങ് മാം ത്വരിതം ഗതൗഘാത് പരിപാഹി, എൻ്റെ എല്ലാ രോഗങ്ങളെയും മാറ്റി വേഗത്തിൽ രക്ഷിക്കണം.
മഹാവിഷ്ണു കപിലമുനി എന്ന പേരിൽ പുത്രനായി ജനിച്ചതിൽ അതീവ സന്തുഷ്ടനായ കർദമൻ തൻ്റെ പത്നിയെ മകനെ ഏൽപ്പിച്ച് ഭഗവാന്റെ അനുവാദത്തോടുകൂടി വനത്തിലേക്ക് തപസ്സിനായിപ്പോയി. പത്നിയെ പ്രായമാകുമ്പോൾ മകനെ ഏൽപ്പിക്കണം എന്നാണ് പറയുന്നത്. കർത്തവ്യകർമ്മം നിർവഹിച്ചതിന് ശേഷമാണ് കർദമൻ വനത്തിലേക്ക് തപസ്സിനായി പോയത്. തൻ്റെ 9 പെൺമക്കളെയും മരീചാതി 9 മഹർഷികൾക്ക് വിവാഹം ചെയ്തു കൊടുത്തതിന് ശേഷമാണ് കർദമൻ വനത്തിലേക്ക് പോയെന്ന് ഭാഗവതം 3ാം സ്കന്ധത്തിലെ 24-ാം അധ്യായത്തിലുള്ള 22, 23, 24 ശ്ലോകങ്ങളിൽ വ്യാസമഹർഷി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 9 പെൺമക്കളെ ആർക്കും വിവാഹം ചെയ്തു കൊടുത്തു എന്ന് ഇവരും താഴെ പറയുകയാണിപ്പോൾ. കലയെ മരീചിക്കും, അനസൂയെ അത്രിക്കും, ശ്രദ്ധയെ അങ്കിരസിനും, അവിർഭൂവിനെ പുലസ്ത്യനും, ഗതിയെ പുലഹനും, ക്രിയയെ ക്രതുവിനും, ഖ്യാതിയെ ഭൃഗുവിനും, അരുന്ധതിയെ വസിഷ്ഠനുമായിട്ടാണ് വിവാഹം ചെയ്തത്. ഒക്കെ ഉയർന്ന തലത്തിലുള്ള ആ വിവാഹബന്ധമാണ് അവിടെ നടന്നത്. ഈ ദശകത്തിൻ്റെ അവസാന ശ്ലോകത്തിലും കർദമ ദേവഹൂതി ദമ്പതിൽ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കുകയും അമ്മയ്ക്ക് വേദാന്ത തത്വങ്ങൾ ഉപദേശിച്ച് മനസ്സമാധാനം നൽകുകയും ചെയ്ത ഗുരുവായൂരപ്പനോട് തൻ്റെ രോഗങ്ങളെല്ലാം വളരെ വേഗത്തിൽ മാറ്റിത്തരയണമേ എന്ന് ഭട്ടതിരിപ്പാട് അപേക്ഷിക്കുന്നുണ്ട്. അത് ആ കുട്ടികൾക്കൊക്കെ നല്ലൊരു ജീവിതം നൽകി, മാത്രമല്ല അമ്മയ്ക്ക് വേണ്ടുന്ന ഉപദേശങ്ങളും അമ്മയുടെ സംശയങ്ങൾ തീർത്തു കൊടുക്കുകയും ചെയ്തതിന് ശേഷമാണ് അങ്ങ് അപ്രത്യക്ഷമായത്, കപില മഹർഷി എന്ന പേരിൽ അപ്രത്യക്ഷമായത്. അതുപോലെ ഗുരുവായൂരപ്പ, എൻ്റെ അസുഖം ഞാനിപ്പോൾ വന്ന മുതൽ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, എൻ്റെ രോഗങ്ങളെല്ലാം വളരെ വേഗത്തിൽ മാറ്റിത്തരയണമെന്ന് ഭട്ടതിരിപ്പാട് അഭ്യർത്ഥിച്ച് ഈ ദശകം അവസാനിക്കുകയാണ്. നമസ്തേ.